എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാജ്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വേടനെ പറ്റിയുള്ള ഒരു ചെറിയൊരു കാര്യമാണ്. എൻ്റെ മനസ്സിൽ തോന്നിയ എൻ്റെ ഒരു അഭിപ്രായം അത് പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. വേടൻ ചെയ്തത് അങ്ങേയറ്റം തെറ്റ് തന്നെയാണ്. കാരണം വേടൻ സമൂഹ മാധ്യമങ്ങളിൽ കൂടി അതേപോലെ തൻ്റെ വേദികളിൽ കൂടിയും റെപ്രസെൻ്റ് ചെയ്യുന്നത് വേടനെ മാത്രമല്ല, വേടൻ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു സമൂഹമുണ്ട്. വേടനെ ആരാധിക്കുന്ന കുറേ ന്യൂ ജനറേഷൻ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ വേടൻ്റെ ആരാധകരാണ്. ആ ആരാധകരോടെല്ലാം വേടൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കാൻ പാടില്ല, അതിന് വരുന്ന ഭവിഷ്യത്തുകളെയൊക്കെ പറ്റി അദ്ദേഹം ഒരുപാട് വേദികളിൽ പറയുകയുണ്ടായി. അത് നമ്മൾ കേൾക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വരികളെല്ലാം വളരെ അർത്ഥവത്താണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, അദ്ദേഹം പറയുന്ന ആ കാര്യങ്ങളെല്ലാം തന്നെ തികച്ചും ന്യായം തന്നെയാണ്. പക്ഷേ അദ്ദേഹം ചെയ്ത ആ ഒരു തെറ്റിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. അദ്ദേഹം ആ തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അദ്ദേഹം മറ്റുള്ളവർക്കും കൂടെ ഒരു വഴികാട്ടിയായിട്ട് മുന്നിൽ നിൽക്കുന്നൊരു മനുഷ്യനാണ്. അതായത് അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അതെല്ലാം ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേടനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. വേടന് തൊട്ട് മുമ്പ് ഇതേ കേസുകളിൽ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൈൻ ടോം ചാക്കോയും അതേപോലെ വേറെ 2-3 സിനിമാ താരങ്ങളും സംവിധായകരുമൊക്കെ ഇതേ കേസുകളിൽ പിടിക്കപ്പെട്ടു. പക്ഷേ അവരാരും ഇതേ ഒരു അപ്രോച്ച് നമ്മൾ കണ്ടില്ല. മീഡിയാസ് ആയാൽ തന്നെയും അതല്ലെങ്കിൽ ഭരണകൂടം ആയാൽ തന്നെയും ഇതേ രീതിയിലുള്ള ഒരു അപ്രോച്ച് നമ്മളിൽ നിന്ന് കാണാൻ സാധിച്ചിട്ടില്ല. ഇപ്പം ഇന്ന് രാവിലെ കുറച്ച് മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടു. വേടൻ പറയുന്നത് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ വീട്ടിലുള്ളവരെ ആരെയും ബുദ്ധിമുട്ടിക്കല്ലേ, ഒരു പാവങ്ങളാണെന്നൊക്കെ. അപ്പോൾ ഇതേ രീതിയിൽ വീടുകളിൽ, മറ്റുള്ളവരുടെ വീടുകളിൽ സെർച്ച് നടന്നുണ്ടാവാം. പക്ഷേ അത് ചിലപ്പോൾ മീഡിയ നമ്മുടെ മുന്നിലൊന്നും എത്തിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഞാനിവിടെ പറയുന്നത്. നമുക്ക് അതൊന്നും കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഇവിടെ വേടനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് കുറേ ആൾക്കാർ. വേടൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് ഞാനിപ്പോഴും പറയുന്നു. അതിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് കിട്ടുകയും വേണം. പക്ഷേ നിയമം എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ തന്നെ ആയിരിക്കണം. അല്ലാതെ ഒരാൾക്ക് വേണ്ടി ആവരുത് നിയമം എന്ന് പറയുന്ന സാധനം. അതിന് പണമുള്ളവരെന്നോ പണമില്ലാത്തവരെന്നോ ഒരു സെലിബ്രിറ്റി എന്നോ അല്ലെങ്കിൽ സാധാരണപ്പെട്ടവനെന്നോ ഒരിക്കലും ഒരു വിവേചനം പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കഞ്ചാവ് കേസുകളുടെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ കൂടെ വലിയ വമ്പന്മാർ അവരുടെ യഥാർത്ഥ നമ്മുടെ മിഷൻ അതാണ്. അത് നമ്മൾ മറന്നു പോകുന്നു എപ്പോഴും. സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ വ്യാപനം ഇപ്പോഴും നമുക്ക് അതിൻ്റെ ശൃംഖലയെ തടയാൻ സാധിച്ചിട്ടില്ല. എവിടുന്നാണ് ഈ സാധനം വരുന്നതെന്ന് അതിൻ്റെ റൂട്ട് കോസ് ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. കുറേ കേസുകൾ പിടിച്ചു. കഴിഞ്ഞ അങ്ങേ ആഴ്ചയൊക്കെ നമ്മൾ ഒരുപാട് ന്യൂസുകളിൽ കണ്ടതാണ്. കുറേ ആൾക്കാരെ പോലീസും എക്സൈസും ചേർന്ന് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. നല്ല കാര്യം, ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ കുറച്ച് സിനിമാക്കാരുടെ പിന്നിലും അതല്ലെങ്കിൽ ഇങ്ങനെ കുറേ സെലിബ്രിറ്റികളുടെ പിന്നിലുമായിട്ട് ഈ ഹണ്ടിങ് ഡൈവേർഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതാരുടെയെങ്കിലും അജണ്ടകളാണോ അതല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ഒരു സംഘമുണ്ടോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ കാണുമ്പോൾ സംശയം വരുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് അതേ കണക്കുള്ള സംശയം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കങ്ങനെ ഒരു സംശയമൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ എപ്പോഴും നിയമം പാലിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ എന്ന് കരുതി അത് ഒരാളുടെ മേലിൽ അടിച്ചമർത്തി അവരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാകേണ്ട ഒരു നിയമമല്ല. ഇപ്പോൾ പുലിനകത്തിൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ ഞാൻ കാണുന്നുണ്ട്. പുലിനക വീട്ടിട്ട് പലരും പല സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ പോകുന്നതിൻ്റെയൊക്കെ വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മളിപ്പോൾ അടുത്തിടെ കാണുന്നുണ്ട്. അപ്പോൾ അവരോടെല്ലാം ഇതേ ഒരു സമീപനം തന്നെയാണോ നമ്മുടെ ഭരണകൂടം നടത്താൻ പോകുന്നതെന്ന് അറിയാൻ സാധിച്ചാൽ വളരെ നല്ലത്. അത് തന്നെയാണ് നമുക്കിവിടെ പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതായത് നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. അല്ലാതെ അത് ഒരാളുടെ മേൽ അടിച്ചമർത്തേണ്ട ഒരു കാര്യമല്ല. അവിടെ നമുക്ക് യാതൊരുവിധ ഇൻഫ്ലുവൻസും വേണ്ട എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും ഒരുപോലെ തന്നെ ആയിരിക്കണം. വേടനെ പോലുള്ളവരെ നമ്മൾ ശിക്ഷിക്കണം. എന്നിട്ട് വേടനെ പോലുള്ളവരെ നമ്മുടെ സമൂഹത്തിന് നമുക്ക് ആവശ്യമാണ്. കാരണം ഒരു തെറ്റായ വഴിയിൽ പോകുന്ന ആൾക്കാരെ തിരിച്ചു കൊണ്ടുവന്നിട്ട് അവരെ നേർപാതയിലേക്ക് നയിക്കുക എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അദ്ദേഹം ചെയ്ത തെറ്റുകളെ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്ത് അതിനുള്ള അർഹമായ ശിക്ഷ കൊടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനെ ഈ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുമെന്നൊക്കെ നമുക്ക് നോക്കാം. അതേപോലെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേടൻ്റെ ഒരു പുതിയ ആൽബം ഇപ്പോൾ റിലീസാവാൻ പോവുകയാണ്. അപ്പോൾ അത് സൂപ്പർ ഹിറ്റാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് സൂപ്പർ ഹിറ്റ് തന്നെ ആവും. കാരണം ഇപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ ആൽബം കണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യും. കാരണം എല്ലാവരും ഇതേപോലെ ഒന്ന്, ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന പോലെ ഒന്ന് വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടെ അവരവരുടെ
അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനൊന്നും ആരും തയ്യാറായി എന്ന് വരില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും, പക്ഷേ അത് പല രീതിയിലായിരിക്കും അവർ പ്രകടിപ്പിക്കുക. അപ്പോൾ ആൾക്കാരെങ്ങനെയാണ് അത് അവരുടെ സപ്പോർട്ടും അല്ലെങ്കിൽ അവർക്ക് ഇതിനോട് പറയാനുള്ള കമൻസും എല്ലാം നമുക്ക് ഈ ആൽബം ഇറങ്ങുന്നതിന് ശേഷം കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഒരു ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത് വേടനോട്, വേണ്ടാൻ ആമ്പലും മറ്റേ സാധനവും കൂടെ പാടില്ല. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ താങ്കൾ ഇനി ഈ സാധനം ഉപയോഗിക്കാതിരിക്കുക, അതേപോലെ താങ്കൾ ഇപ്പോഴും പുതിയ ജനറേഷനെ മോട്ടിവേറ്റ് ചെയ്ത് നല്ല നല്ല പാട്ടുകൾ പാടി എല്ലാവരെയും രസിപ്പിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ഒരു ലഹരിയുടെ പിന്നിലും പോകാതിരിക്കാൻ ശ്രമിക്കുക. അതേപോലെ ഇങ്ങനെയുള്ള ഒരു ഡ്രഗ്സും വേണ്ട എന്ന് തന്നെ വിചാരിച്ച് മുന്നോട്ട് പോയാൽ താങ്കൾക്ക് നല്ലൊരു ഭാവിയുള്ള മനുഷ്യനാണ്. താങ്കൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ട മനുഷ്യനാണ്. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു, ബൈ.